أعوذ بالله من الشيطان الرجيم إلا تنصروه فقد نصره الله إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم. الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ഏറെ ബഹുമാനമായ ഷാറുഖ് മഹല്ലിലെ അസിസ്റ്റന്റുകളും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഏറെ പ്രിയപ്പെട്ട മഹല്ല് നിവാസികൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിവിടെ പറയുന്നതും കേൾക്കുന്നതും നമ്മളുടെ ഒരുമിച്ചിരുത്തവുമല്ല വരും കാല ജീവിതത്തിൽ നമുക്ക് കൂടുതൽ വെളിച്ചമായി മാറും. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുന്നു. 1448 ഹിജ്റ വർഷത്തിലേക്ക് പ്രവേശിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഓരോരുത്തരും. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്ത് 1448 വർഷങ്ങൾ പിന്നിടുകയാണ്. ആ വർഷത്തിന്റെ ഒരു കണക്ക് എന്നത് കേവലം കഴിഞ്ഞുപോയ വർഷങ്ങളുടെയും നൂറ്റാണ്ടുകളുടെയും ഒരു കണക്ക് മാത്രമല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം, അല്ലാഹുവിന്റെ ഹിദായത്ത് എന്ന വെളിച്ചം നമ്മളിൽ ഓരോരുത്തർക്കും കിട്ടിയതിന്റെ ഒരു വഴി നമ്മളിങ്ങനെ പിറകിലേക്ക് അന്വേഷിച്ചു പോയാൽ ആ അന്വേഷണത്തിനൊടുവിൽ നമ്മൾ അങ്ങ് ദൂരെ മക്കയിൽ അള്ളാന്റെ റസൂലിന്റെ അരികിൽ ചെന്ന് നിൽക്കും. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു നീങ്ങിയ വഴികൾ ഓരോന്നും നമുക്ക് മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. ആ വഴികളിൽ ഏറ്റവും മനോഹരമായ ഒരു വഴി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ഒരു വഴിയായിരിക്കും. കാരണം ആ മദീനയിലേക്കുള്ള പലായനത്തിലാണ്, അല്ലെങ്കിൽ ആ മദീനയിൽ, ആ പലായനത്തിലൂടെ മദീനയിൽ എത്തിച്ചേരുകയും അവിടെ രൂപപ്പെടുകയും ചെയ്ത ഒരു ഇസ്ലാമിക സംസ്കൃതിയും നാഗരികതയുമുണ്ട്. അവിടെ കെട്ടിപ്പടുക്കപ്പെട്ട ഒരു ഇസ്ലാമിക സമൂഹമുണ്ട്. ആ മക്കയിലെ കൊച്ചു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഇസ്ലാമിന്റെ വെളിച്ചം അറേബ്യയും കടന്ന് ആഫ്രിക്കയിലൂടെയും ഏഷ്യയിലൂടെയും യൂറോപ്പിലൂടെയും എല്ലാം സഞ്ചരിച്ച് ലോകത്തിന് സമാനതകളില്ലാത്ത ഒരു സംസ്കാരവും നാഗരികതയും ഒക്കെ കാണിച്ചു കൊടുത്ത ഇസ്ലാമിന്റെ വളർച്ചയെയും വിജയത്തെയും ചൈത്രയാത്രയെയും ഒക്കെ നിർണയിച്ച സുപ്രധാനമായ ഒരു നാഴികക്കല്ലായിരുന്നു ഹിജ്റ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഹിജ്റയെ വർഷം കണക്കാക്കുന്ന മാനദണ്ഡമായി തെരഞ്ഞെടുത്തു? കാരണം മുന്നിൽ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. അള്ളാന്റെ റസൂൽ ജനിച്ച ആ ഒരു വർഷം കണക്കാക്കാം,
അല്ലെങ്കിൽ അവിടുന്ന് വഫാത്തായ വർഷം മുതൽ എണ്ണിത്തുടങ്ങാം, അല്ലെങ്കിൽ ബദറിലെ ഐതിഹാസികമായ വിജയത്തിന്റെ ഓർമ്മകൾ മുതൽ വർഷം കണക്കാക്കാം, അതുമല്ലെങ്കിൽ മക്ക വിജയവും മാനദണ്ഡമാക്കാം. അതൊക്കെ മുന്നിലുണ്ടായിട്ടും എന്തുകൊണ്ട് ഹിജ്റ എന്നത് വളരെ പ്രധാനമാണ്. ആ ഹിജ്റയായിരുന്നു ഇസ്ലാമിന്റെ മുന്നോട്ടുള്ള വഴിയെ നിർണയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓരോ ഹിജ്റ വർഷവും നമ്മളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ നമ്മൾ ആ പലായനത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. അതതിന്റെ ചരിത്രം അറിയുക എന്നതല്ല, മറിച്ച് ഓരോ ചരിത്രത്തിനും നമ്മളോട് എന്തൊക്കെയോ പറയാനുണ്ട്. എന്നോട് പറയാനുള്ള കാര്യങ്ങളുണ്ട്, എൻ്റെ വീട്ടുകാരോട് പറയാനുള്ള കാര്യമുണ്ട്, എൻ്റെ കുടുംബത്തോട് പറയാനുണ്ട്. ഈ മഹല്ലിലെ ഒരു സംഘം എന്ന നിലക്ക് നമ്മളോട് ഹിജ്റക്ക് ചിലത് പറയാനുണ്ട്. മുസ്ലിം ഉമ്മത്തിനോട് ഹിജ്റ സംസാരിക്കുന്നുണ്ട്. അതെന്താണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് എന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ള പാഠങ്ങൾ അറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അന്ന് അള്ളാന്റെ റസൂലിനും സംഘത്തിനും സാധിച്ച സമാനതകളില്ലാത്ത ആ വിപ്ലവം ഈ വർത്തമാനകാല രംഗത്ത് നമുക്കും സാധിച്ചെടുക്കാൻ കഴിയും. അവിടെയാണ് നമ്മൾ ഹിജ്റയുടെ പാഠങ്ങൾ അന്വേഷിച്ചിറങ്ങേണ്ടത്. ആ ഹിജ്റയുടെ പാഠങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മളെപ്പോഴും അള്ളാഹുവിന്റെ ദീനിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക്, അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് അള്ളാന്റെ ദീനിനെ നമ്മൾ എങ്ങനെ എത്തിക്കും എന്ന ഒരു ചിന്ത എപ്പോഴും നമ്മളുടെ മനസ്സിലുണ്ടാവണം എന്നതാണ് ഹിജ്റയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്ന് പറയുന്നത്. 13 വർഷക്കാലം മക്കയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ മക്കയിൽ നിർവഹിക്കാൻ കഴിയാവുന്ന അത്രയും പണികൾ അവിടെ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി മക്കയിലെ ആളുകളോട് പ്രത്യേകിച്ച് നിർവഹിക്കാനൊന്നും തന്നെയില്ല, ബാക്കിയില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, സൂറത്തുൽ കാഫിറൂന് അങ്ങനെ ഒരു ആശയം കൂടിയുണ്ട്. അതായത് അതുവരെ അങ്ങനെ ഒരു വർത്തമാനം മക്കയിൽ ഇറങ്ങിയ ഒരു സൂറത്തിലും അങ്ങനെ ഒരു വർത്തമാനം കാണില്ല. കാരണം അതുവരെയും ആ മക്കയിലെ ആളുകളോട് ചിലത് ഇസ്ലാമിന് പറയാനുണ്ടായിരുന്നു, അവരോട് ചില പങ്കുവെക്കാനുണ്ടായിരുന്നു, അവരെ ക്ഷണിക്കാവുന്ന കുറെ ഇടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിന്റെ എല്ലാം സമയം തീർന്നുപോയി, കഴിഞ്ഞുപോയി. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്കെന്റെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി, ഈ ദീനിനെയും കൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നിങ്ങളിത് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഇത് സ്വീകരിക്കാൻ ലോകത്ത് ആളുകളുണ്ട്. ആ ആളുകളെയും കൊണ്ട് ഈ ദീനിനെ ഞങ്ങൾ മുന്നോട്ട് നയിക്കും എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് ഹിജ്റ എന്ന് പറയുന്നത്. അതിനൊളിച്ചോട്ടമല്ല. ഖുർആൻ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു ആയത്തുണ്ട്. ഹിജ്റ പോകുന്നതിന്റെ മുമ്പ് അള്ളാന്റെ റസൂലിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാണ്, റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വ അഖ്രിജ്നി മുഖ്റജ സിദ്ഖ് വജ്അൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ. അല്ലാഹുവേ, ഈ നാട്ടിൽ നിന്ന് നീ എന്നെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സിദ്ഖോടുകൂടി കൊണ്ടുപോകണം. മറ്റൊരു നാട്ടിലേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ടെങ്കിൽ അതും സിദ്ഖോടെയായിരിക്കണം. അതായത് പല പലയാനങ്ങളും പല യാത്രകളും പലപ്പോഴും ചിലപ്പോൾ ഒളിച്ചോട്ടങ്ങളായിരിക്കും, രക്ഷപ്പെടലുകളായിരിക്കും, അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് അവിടെ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമായിരിക്കും. മറ്റു പല നാടുകളിലേക്കും കയറി ചെല്ലുന്നത് പലപ്പോഴും നിന്ദിതരായി, സഹായം അഭ്യർത്ഥിക്കുന്നവരായി, മറ്റുള്ളവരുടെ ഔദാര്യത്തിനായി കാത്തു നിൽക്കുന്നവരായിട്ടായിരിക്കും പലപ്പോഴും ഈ ഇറങ്ങിപ്പോന്ന നാടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പ്രവേശിക്കാറുള്ളത്. പക്ഷേ അള്ളാന്റെ റസൂലിന്റെ ഹിജ്റ അങ്ങനെയല്ല. അള്ളാഹുവിന്റെ ദീനിന്റെ വിജയത്തെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ളൊരു യാത്ര. വളരെ ആ മദീനയിലേക്ക് പ്രവേശിക്കുന്നത് ഒരു ജേതാവിനെ പോലെ, അവിടുത്തെ നായകനായി, അവിടുത്തെ നേതാവായി, ലോകത്തിന് വെളിച്ചം നൽകാനുള്ള അന്ത്യ റസൂലായി ആ മദീനയിലേക്ക് പ്രവേശിക്കുമ്പോൾ പാട്ടുപാടി സ്വീകരിക്കുന്ന ഒരു ജനത. അങ്ങനെ വലിയൊരു വിജയത്തിന്റെ ആരവവും ആഹ്ലാദവും നമുക്ക് ഹിജ്റയിൽ കണ്ടെത്താൻ കഴിയും. അത് നമ്മോട് സംസാരിക്കുന്ന ഒരു പദ്ധതി അതാണ്. നമുക്കെപ്പോഴും ഇസ്ലാമിനെ ഇപ്പോൾ എത്തി നിൽക്കിയ ഒരു അവസ്ഥയുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണമെങ്കിൽ മക്കയിൽ തന്നെ ജീവിക്കായിരുന്നു. ആ മക്കയിൽ ജീവിച്ചാൽ എന്താ ഉണ്ടാവുക? അത് മുൻകഴിഞ്ഞ ഒരുപാട് അമ്പിയാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്.
അവരവരുടെ സമൂഹത്തിൽ തന്നെ ഒരുപാട് കാലം അങ്ങനെ കഴിഞ്ഞ് അവസാനം അവർ സ്വീകരിക്കാതെ അങ്ങേയറ്റത്തെ കുഫറും നിഷേധവും ഒക്കെ പുലർത്തിയപ്പോ അല്ലാഹ് ഇടപെട്ടുകൊണ്ട് ആ സമൂഹത്തെ നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ ഒരുപാട് സമൂഹങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളത് അതിനല്ല, മറിച്ച് മക്കയിലെ 13 വർഷക്കാലം സമൂഹത്തോട് അള്ളാന്റെ ദീനിനെ കുറിച്ച് ചില കാര്യങ്ങൾ അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഈ ദീനിനെ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ലോകത്ത് കിട്ടാനുള്ള നന്മകളെ കുറിച്ച് അള്ളാന്റെ റസൂൽ പറഞ്ഞു. നാളെ പരലോകത്ത് കിട്ടാനുള്ള സ്വർഗത്തെ കുറിച്ചുള്ള വാഗ്ദാനത്തിൽ മാത്രം അത് ഒതുങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ ആ സ്വർഗത്തെ കുറിച്ച് മാത്രമല്ല അള്ളാന്റെ റസൂൽ സംസാരിച്ചത്, മറിച്ച് ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദുനിയാവിൽ ഈ ദീൻ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നതുകൂടിയാണ് ആ സമൂഹത്തോട് അള്ളാന്റെ റസൂൽ സംസാരിച്ചത്. അള്ളാഹുവിന്റെ ദീൻ ഇവിടെ വിജയിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ഏതൊരാൾക്കും വളരെ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം, അവരുടെ ജീവന്, അവരുടെ സ്വത്തിന്, അവരുടെ അഭിമാനത്തിന്, അവരുടെ വിശ്വാസത്തിന്, അങ്ങനെ എല്ലാത്തിനും സുരക്ഷിതത്വം കിട്ടുന്ന അഭിമാനകരമായ ഒരു ജീവിതം അള്ളാഹുവിന്റെ ദീൻ നിങ്ങൾക്ക് ഈ ലോകത്ത് വാഗ്ദാനം ചെയ്യുന്നു. അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ദീൻ സ്വീകരിച്ചാൽ തദീനു ലകുമുൽ അറബ് വതഖ്ലഖു ലകുമുൽ അജം, എല്ലാം ഇതിന്റെ കീഴിൽ വരുന്ന ഒരു കാലം വരാനുണ്ട്. ഈ ദുനിയാവ് പോലും കീഴടക്കപ്പെടുന്നതിന്റെ ഒരു സന്ദേശമാണ് റസൂൽ അവിടെ സമർപ്പിച്ചത്. പക്ഷേ മക്കയിൽ അതിനെ പ്രാവർത്തികമാക്കാനുള്ള അവസരമില്ല, സാഹചര്യമില്ല. അവിടുത്തെ അധികാരിവർഗങ്ങൾ അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അള്ളാന്റെ റസൂലിന് മുന്നോട്ട് പോകണമായിരുന്നു. കേവലം ആശയപരമായി അള്ളാഹുവിന്റെ ദീനിനെ ഇങ്ങനെ സമർപ്പിച്ചതുകൊണ്ടായില്ല. 13 വർഷക്കാലം ആശയപരമായി അവിടെ സമർപ്പിക്കാനേ കഴിഞ്ഞുള്ളൂ. ഈ പറഞ്ഞ ആശയങ്ങളെല്ലാം എന്താണ് അതിന്റെ നന്മകളെന്ന് മനുഷ്യർക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. ആ അന്വേഷണമാണ് മദീനയിലെത്തുന്നത്. എന്തുകൊണ്ട് മദീന എന്നത് വളരെ പ്രസിദ്ധമായ ഒരു അന്വേഷണമാണ്. മദീന എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരം തേടുമ്പോ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് മക്കയിൽ നിന്ന് മദീനയ്ക്ക് ചില വ്യത്യാസങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം, മക്ക എന്നത് ഒരു പല ഗോത്രങ്ങളാണെങ്കിലും ഒരു കേന്ദ്രീകൃതമായ ഒരു അധികാര ഘടന അവിടെയുണ്ട്. ഖുറൈശികളുടെ ഒരു അധികാര ഘടന, അതിനൊരു ഭരണകൂട സംവിധാനം പോലെയുള്ള സംവിധാനങ്ങൾ, അതിനകത്താണ് അവിടുത്തെ സാമൂഹികമായ സിസ്റ്റം മൊത്തം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ മദീനയിൽ അങ്ങനെ കേന്ദ്രീകൃതമായ ഒരു അധികാരമില്ല. അവിടെ ഇങ്ങനെ ഓരോ ഗോത്രങ്ങളുടേതായ അധികാരങ്ങളാണ്. അതിനെ എല്ലാം ചേർത്ത് പിടിക്കുന്ന ഒരു സിസ്റ്റം അവിടെ ഇല്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ അവിടെ എത്തുകയാണെങ്കിൽ അതിനെ എല്ലാത്തിനെയും മുകളിൽ നിൽക്കുന്ന ഒരു സിസ്റ്റമായി, ഒരു അധികാര സ്വഭാവത്തിൽ തന്നെ അവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം മദീനയിലുണ്ട്. അതുകൊണ്ടാണ് ഹിജറ പോകുമ്പോൾ പ്രാർത്ഥിക്കുന്നത്, ആ ഹിജറ പോയിട്ട് അവിടെ എത്തിയുമ്പോ എനിക്ക് താമസിക്കാൻ ഒരു വീടുണ്ടാവണം, അല്ലെങ്കിൽ വിശ്വാസികൾക്ക് താമസിക്കാൻ വീടുണ്ടാവണം, അവർക്ക് ജീവിതം മുന്നോട്ട് പോകാൻ അവർക്ക് ജോലി ഉണ്ടാവണം, സമ്പത്ത് ഉണ്ടാവണം. അതൊന്നല്ല പ്രാർത്ഥിച്ചത്. മറിച്ച് അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നത്, വജഅൽനി മില്ലദുൻക സുൽത്താനൻ നസീറ, അല്ലാഹുവേ ഈ ദീനിനെ ലോകത്തിന് മുന്നിൽ സമർപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ ദീനിന്റെ നന്മകൾ ലോകത്തിന് മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിനെനിക്ക് സഹായകരമായ ഒരു അധികാരം നൽകണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചിട്ടാണ് ഹിജ്റ പോകുന്നത്. അതുകൊണ്ട് ആ ഹിജ്റയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അത് തന്നെയാണ്. നമ്മളുടെ കയ്യിൽ ഇപ്പോൾ നമ്മൾ ഇസ്ലാമിനെ ഏത് രൂപത്തിലാണോ കൊണ്ടു നടക്കുന്നത്, അതിന്റെ ഒരു സ്റ്റെപ്പ് നെക്സ്റ്റ് ലെവലിലേക്ക് എങ്ങനെ അള്ളാഹുവിന്റെ ദീനിനെ വിജയിപ്പിക്കാൻ കഴിയും എന്ന ആലോചന എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. വ്യക്തിപരമായി നമ്മളുടെ ചിന്തയിൽ അള്ളാഹിന്റെ ദീനിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ദീനിന്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്, ഇതിൽ നിന്ന് എങ്ങനെ ഒരു സ്റ്റെപ്പ് ദീനിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? വിശ്വാസികളുടെ അവസ്ഥ ഇങ്ങനെയാണ്, മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ ഇതാണ്. ആ ഉമ്മത്തിന്റെ നിലവിലെ അവസ്ഥയിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന ആലോചനകൾ നടത്തുക എന്നതാണ് ഹിജ്റ നമ്മളോട് ഒന്നാമതായി സംസാരിക്കുന്നത്. രണ്ടാമത് നമ്മളോട് പറയുന്നത്, അങ്ങനൊരു ആലോചനയും സ്വപ്നവും നമുക്കുണ്ട് എങ്കിൽ അതിനെ നടപ്പാക്കാനുള്ള പ്ലാൻ എന്താണ് നമ്മളുടെ കയ്യിലുള്ളത് എന്നതാണ്. നമുക്ക് പ്ലാൻ ഉണ്ടാവണം. എല്ലാം പടച്ചോൻ ഇങ്ങനെ ചെയ്തു തരിക എന്നുള്ളതല്ലല്ലോ, മറിച്ച് നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യണം എന്ന് പറയുന്ന കൃത്യമായൊരു പദ്ധതി നമുക്കുണ്ടാവണം.
അള്ളാന്റെ റസൂലിന് അതുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതോ ഒരു പ്രഭാതത്തിൽ ഇങ്ങനെ ഇറങ്ങി ഇനി നമുക്ക് പുറപ്പെടാമെന്ന് പറഞ്ഞങ്ങ് പോയതല്ലല്ലോ, മറിച്ച് വർഷങ്ങളുടെ പദ്ധതികൾ അതിന്റെ പിന്നിലുണ്ട്, ആസൂത്രണങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. മദീനയിൽ നിന്ന് വന്ന ആളുകളോട് സംസാരിക്കുന്നു, അവരെ ദീനിലേക്ക് കൊണ്ടുവരുന്നു. ആ ദീനിലേക്ക് വന്ന ആളുകളെ പ്രത്യേകമായി സംഘടിപ്പിച്ച് അവരോട് ഉടമ്പടികൾ ഉണ്ടാക്കുന്നു, കരാറുകൾ ഉണ്ടാക്കുന്നു. ആ കരാറുകൾ പാലിക്കുമെന്ന ഉറപ്പ് അവരിൽ നിന്ന് വാങ്ങുന്നു. ആ നാട്ടിലേക്ക് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകളെ പറഞ്ഞയച്ച് അവിടുത്തെ മണ്ണൊരുക്കപ്പെടുന്നു. അങ്ങനെ പിന്നീട് ഹിജ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തപ്പെടുന്നു. ആ ഹിജ്റ പോകാൻ തുടങ്ങിയത് മുതലുള്ള പദ്ധതികൾ നമ്മൾ ആലോചിച്ച് നോക്കുക. കൊല്ലാൻ വന്ന പദ്ധതിയിട്ട ആളുകളുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാനുള്ള പദ്ധതികൾ അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടാക്കുകയാണ്. അങ്ങനെ പിന്നീട് നേരിട്ട് മദീനയിലേക്ക് പോകുന്നതിന് പകരം ഇങ്ങനെ നേരെ ഓപ്പോസിറ്റുള്ള വഴിയിൽ സഞ്ചരിച്ച് സൗർ ഗുഹയിൽ ഇരിക്കുകയാണ്. അവിടെ താമസിച്ച് പിന്നീട് അവിടെ നിന്നിറങ്ങി മക്കയിൽ നിന്ന് മദീനയിലേക്ക് സാധാരണ പോകുന്നൊരു റൂട്ടുണ്ട്. ആ റൂട്ടിലല്ല ഹിജ്റ പോയത്. ഇന്നും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന ഒരു റോഡുണ്ട്. ആ റോട്ടിലൂടെയല്ല ഹിജ്റ പോയിട്ടുള്ളത്, മറ്റൊരു റൂട്ടിലൂടെയാണ് ഹിജ്റ പോകുന്നത്. അത് ആസൂത്രണമാണ്. വരുന്ന വഴി ആർക്കും മനസ്സിലാകാതിരിക്കാൻ പോകുന്ന വഴിക്ക് പിറകെ ആട്ടിൻപറ്റത്തെയും തെളിച്ചുകൊണ്ട് ഒരാട്ടിടയനെ ഏർപ്പാടാക്കി കാൽപ്പാടുകൾ മായ്ച്ചു കളയാൻ വേണ്ടിയിട്ട്. ഗുഹയിലിരിക്കുന്ന സമയത്ത് ഭക്ഷണം എത്തിക്കാനുള്ള സംവിധാനമടക്കം ചെയ്തു. ഇങ്ങനെ കൃത്യമായ ആസൂത്രണങ്ങൾ ആലോചിച്ച് നോക്കുക. ഹിജ്റ പോകുന്നതിന്റെ കുറച്ച് മുമ്പാണ് ഇസ്രാ മിഅ്റാജ് നടക്കുന്നത്. ഇസ്രാ മിഅ്റാജ് എന്താ, ഒരൊറ്റ രാത്രിയിൽ അള്ളാന്റെ റസൂല് ഈ മസ്ജിദുൽ ഹറമിൽ നിന്നും ഒരുപാട് അകലങ്ങളിലുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് അള്ളാന്റെ റസൂലിനെ ആകാശ ലോകത്തേക്ക് കൊണ്ടുപോയി രാവ് പുലരും മുമ്പേ തിരിച്ച് മസ്ജിദുൽ ഹറമിലേക്ക് അല്ലെങ്കിൽ മക്കയിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ എത്തിക്കാൻ കഴിവുള്ള ഒരു റബ്ബ്, ആ റബ്ബിന് അള്ളാന്റെ റസൂലിനെയും സഹാബത്തിനെയും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒരൊറ്റ നിമിഷം കൊണ്ട് കൊണ്ടെത്തിക്കാൻ കഴിയും. പക്ഷേ എല്ലാം അള്ളാഹു ഇങ്ങനെ നേരിട്ട് ചെയ്യല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നത് വളരെ പ്രധാനമാണ്. അള്ളാഹുവിന്റെ ദീനിനെ വിജയിപ്പിക്കാൻ ഞാനെത്ര അധ്വാനിക്കുന്നുണ്ട്, ഞാനെത്ര പരിശ്രമിക്കുന്നുണ്ട്, ഞാനെത്ര എന്റെ സമയം ചെലവഴിക്കുന്നുണ്ട് എന്ന് പടച്ചോ നോക്കുകയാണ്. ആ അധ്വാനവും പരിശ്രമവും അള്ളാന്റെ റസൂലും സഹാബത്തും നിർവഹിക്കുന്നിടത്താണ് അള്ളാന്റെ സഹായം വരുന്നത്. അതിനാണ് തവക്കുൽ എന്ന് പറയാം. തവക്കുൽ എന്ന് പറയുന്നത് പടച്ചോന്റെ ദീനല്ലേ, പടച്ചോന്റെ ദീൻ പടച്ചോൻ നോക്കിക്കോളും എന്ന് വിചാരിച്ച് അങ്ങ് പോവല്ല, മറിച്ച് പടച്ചോന്റെ ദീനിനെ സംരക്ഷിക്കാൻ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആദ്യം ആലോചിക്കണം. എന്നിട്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം. നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളും പ്ലാനുകളും ഉണ്ടാകണം. അതിന്റെ വിജയം അള്ളാഹുവിൽ ഏൽപ്പിക്കുക. അതാണ് തവക്കുൽ. നമ്മൾ പണിയെടുത്തതിന്റെ വിജയത്തിന് വേണ്ടി അള്ളാഹുവിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ഹിജ്റയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ രാജ്യത്ത് നമ്മൾ ആലോചിച്ച് നോക്കുക, എന്താണ് മുസ്ലിങ്ങളുടെ അവസ്ഥ? പ്രത്യേകിച്ച് നമുക്ക് വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഇവിടെ ആളുകളുടെ എണ്ണത്തിന് നമുക്കൊരു കുറവുമില്ല. ഇന്ത്യ രാജ്യത്ത് 25 കോടി മുസ്ലിങ്ങളുണ്ട് എന്നാണ്. 25 കോടി എന്ന് പറയുന്നത് ചെറിയൊരു എണ്ണമല്ല. ലോകത്ത് തന്നെ മുസ്ലിങ്ങളുടെ എണ്ണം എടുത്തു നോക്കിയാല് ലോകത്ത് മുസ്ലിങ്ങളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനം ഇന്ത്യക്കാണ്. മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്തോനേഷ്യ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം അത് സൗദി അറേബ്യയോ അറേബ്യൻ രാജ്യങ്ങളല്ല, ഇന്ത്യയാണ്. ഇന്ത്യയിൽ അത്രയേറെ മുസ്ലിം സമൂഹമുണ്ട്. ഈ മുസ്ലിം ഉമ്മത്ത്, ആ ഉമ്മത്ത് ഈ ഇന്ത്യയിൽ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെ മറികടക്കാൻ മുസ്ലിം ഉമ്മത്തിന് എന്ത് പ്ലാനാണുള്ളത് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കെന്ത് പദ്ധതിയുണ്ട്? നമുക്ക് അള്ളാഹുവിന്റെ ദീനിനെ മുന്നോട്ട് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് അതിനെ മുന്നോട്ട് നയിക്കാൻ നമുക്കെന്ത് കഴിയും എന്ന ആലോചനയാണ് മുസ്ലിം ഉമ്മത്തിനോട് ഹിജ്റ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോ ഒന്നാമതായി ആ സ്വപ്നമുണ്ടാവുക, അങ്ങനെ ഒരു കാര്യം നമുക്കുണ്ട് എന്നുള്ള ബോധം ഉണ്ടാവണം. അതിനാണ് ആദർശബോധം എന്ന് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജ്റയെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നത് അതാണല്ലോ. എന്തിനാണ് ഈ ഹിജ്റ ചെയ്യുന്നത്? വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ലാ വകലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ. അല്ലാഹുവിന്റെ കലിമത്ത് ഏറ്റവും ഉയരത്തിലെത്തണം.
ഇന്ന് നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത് അള്ളാന്റെ കലിമത്തിനല്ല ഉയർച്ചയുള്ളത്. ഭൗതികമായ തലത്തിൽ ആലോചിച്ച് നോക്കുമ്പോൾ അതൊരുപാട് താഴെയാണ് നിൽക്കുന്നത്. അപമാനിതരായി കൊണ്ടിരിക്കുകയാണ്, അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അപരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അള്ളാന്റെ മുമ്പിൽ പോയിട്ട് അള്ളാഹുവേ, ഞങ്ങൾ പീഡിതരായ ജനവിഭാഗമായിരുന്നു, ഞങ്ങൾ വളരെ നിന്ദിതരായിരുന്നു, ഭരണകൂടത്താൽ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ദീനിനു വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. മറിച്ച് അത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നാളെ പരലോകത്ത് ചില ആളുകൾ വരും, അവര് വന്നിട്ട് അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ കുന്നാ മുസ്തഖഫീന ഫിൽ അർദ്, ഞങ്ങൾ ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു എന്ന് പറയും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യമുണ്ട്, അലം തകുൻ അർദുല്ലാഹി വാസിയ ഫതുഹാദിറു ഫിഹാ, നിങ്ങൾ എന്തിനാണ് ആ പീഡനങ്ങളും നിന്ദിതകളും സഹിച്ച് അവിടെ തന്നെ കഴിഞ്ഞുകൂടിയത്? അള്ളാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ല എന്നാണ്. അതായത് ഹിജ്റ പോകാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനാണ്. പക്ഷെ നമുക്ക് നിലവിലെ ലോക സാഹചര്യങ്ങൾ എടുത്തു നോക്കുമ്പോ മുമ്പത്തെ കാലത്തെ പോലെ ഒരു നാട് വിട്ട് വേറെ നാട്ടിലേക്ക് പോകാനൊന്നും പറ്റൂല. പുതിയ കാലത്ത് ദേശരാഷ്ട്രങ്ങളും പാസ്പോർട്ടും അതിർത്തികളും ഒക്കെയുള്ള ഒരു കാലത്ത് ഏത് രാജ്യത്താ പിന്നെ അത് ഒരു പ്രശ്നം. അത് പിന്നെ ഏത് രാജ്യത്ത് പോയിട്ട് അള്ളാന്റെ ദീനിനെ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന ഏത് രാജ്യം നമ്മളുടെ ചുറ്റിലുമുള്ളത്? അപ്പൊ നിലവില് ഹിജ്റ ചെയ്യുക എന്നതല്ല നമ്മളുടെ മുന്നിലുള്ള ഓപ്ഷൻ. മറിച്ച് നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത് നമുക്ക് ദീനിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നത് നമ്മൾ നിർവഹിക്കലാണ്. ആ ആലോചന നമ്മളിൽ ഉണ്ടാവണം എന്നതാണ് ഹിജ്റയുടെ സന്ദേശം. പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയുള്ള പദ്ധതികൾ ഉണ്ടാവണം, പ്ലാനുകൾ ഉണ്ടാവണം. മുസ്ലിം ഉമ്മത്തിന് അങ്ങനെയുള്ള നേതൃത്വങ്ങൾ ഉണ്ടാവണം. ആ നേതൃത്വത്തിന്റെ കീഴിൽ അണിനിരക്കുന്ന ഒരു ആദർശ സമൂഹമായി മുസ്ലിം ലോകം മാറണം. അങ്ങനെ മാറുമ്പോ നമ്മുടെ മുന്നിൽ അള്ളാഹു വഴികൾ തുറന്നു തരും. ആ വഴികളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അവിടെ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. ഹിജ്റ നമുക്ക് പറഞ്ഞു തരുന്നത് ആ സമർപ്പണത്തിന്റെ വലിയ പാടാണല്ലോ. ആലോചിച്ച് നോക്കുക, അതത്ര നിസ്സാരമായ ഒരു സംഭവമല്ല. ഹിജ്റയുടെ ഓരോ സംഭവങ്ങളും അതിലെ ഓരോരുത്തരെയും എടുത്താൽ ആ ഓരോരുത്തരും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നടത്തിയ സമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും ആ ഒരു അളവ് നമുക്കൊരു അളവ് പോലും കൊണ്ടളന്നാലും മതിയാവൂല. കാരണം നമുക്കിപ്പോ മദീനയിൽ നിന്നൊരു മക്കയിൽ നിന്നൊരു മദീനയിലേക്ക് പോയി എന്ന് സിമ്പിളായിട്ട് പറയാം. പക്ഷെ ഏതായിരുന്നു ആ പോക്ക്? ആ പോക്കിൽ അവർ ഉപേക്ഷിച്ചത് എന്താണ്? സ്വന്തം വീടാണ്. ഓരോരുത്തരും സ്വന്തം വീട് ഉപേക്ഷിക്കുകയാണ്. സ്വന്തം വീട് മാത്രമല്ല, അവരെ ആ വീടിനോട് ചുറ്റിപ്പറ്റി എന്തൊക്കെയുണ്ടോ അവരുടെ പ്രിയപ്പെട്ടവരെ ഒഴിവാക്കേണ്ടി വരികയാണ്. അവരുടെ ഭൂമിയും പറമ്പും ഒഴിവാക്കേണ്ടി വരികയാണ്. അവരുടെ കൃഷിയിടങ്ങൾ ഒഴിവാക്കേണ്ടി വരികയാണ്. അവരുടെ കച്ചവടങ്ങൾ ഒഴിവാക്കേണ്ടി വരികയാണ്. അവരുടെ ഉപജീവനങ്ങൾ ഒഴിവാക്കേണ്ടി വരികയാണ്. ഒന്നിനെക്കുറിച്ചും അവരുടെ വേവലാതികൾ, ഒന്നിനെക്കുറിച്ചുമുള്ള ചിന്ത അവരെ മക്കയിൽ തളച്ചിട്ടിട്ടില്ല. എല്ലാം അല്ലാഹുവിന്റെ വഴിയിൽ ഒഴിവാക്കിക്കൊണ്ട് അവര് എന്താണ് അവിടെ ഞങ്ങളെ കാത്തിരിക്കുന്നത് എന്നതുപോലും അറിയാതെ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി നടത്തിയ വലിയൊരു യാത്ര. അതുകൊണ്ടാണ് മുഹാജിറുകൾ, ആ മുഹാജിറുകൾക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട് എന്ന് ഖുർആൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. അവരല്ലാഹുവിന്റെ വഴിയിൽ നടത്തിയ വലിയ സമർപ്പണങ്ങളാണ്. ആ സമർപ്പണത്തിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുമല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകാൻ വേണ്ടിയിട്ട് ആഹ്വാനമുണ്ടായപ്പോൾ സഹാബിമാരൊക്കെ ഓരോരുത്തരും സംഘമായിട്ടൊക്കെ ഹിജ്റ പോയി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിൽക്കുമ്പോൾ എങ്ങനെ എനിക്ക് പോകാൻ കഴിയും? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആഗ്രഹമുണ്ട്, അള്ളാന്റെ റസൂലിന്റെ കൂടെ പോകണം. അള്ളാന്റെ റസൂലിനൊന്നും പറ്റാൻ പാടില്ല എന്ന ഒരു ചിന്തയോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതിയും കാത്തു നിൽക്കുകയാണ്. ഒരു ദിവസം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പോയിട്ട് ചോദിക്കുന്നുണ്ട്, അസ്സുഹബ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ പോകുമ്പോ നിങ്ങളുടെ കൂടെ എന്നെ കൂട്ടണം, നിങ്ങളുടെ കൂടെ എന്നെ കൂട്ടണം എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം അസ്സുഹബ അസ്വാദിക. സിദ്ദീഖുൽ അക്ബർ, താങ്കളല്ലാതെ വേറെ ആരായാണ് ഞാൻ എന്റെ കൂടെ നിർത്തുക, എന്റെ കൂടെ കൂട്ടുക? ആ മറുപടി കേട്ട് സന്തോഷം കൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാന്റെ റസൂലിനെ സുരക്ഷിതമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സിദ്ദീഖുൽ അക്ബറിന്റെ മനസ്സും ശരീരവും വെമ്പുകയാണ്. നടക്കുന്നതിന്റെ ഇടയിൽ അദ്ദേഹം ഇടക്ക് മുൻവശത്ത് നടക്കും, ഇടക്ക് അള്ളാന്റെ റസൂലിന്റെ പിറകിൽ നടക്കും, ഇടക്ക് രണ്ട് സൈഡിലായിട്ട് നടക്കും. എന്താ അബൂബക്കറെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് എന്ന്
അള്ളാന്റെ റസൂല് ചോദിച്ച നേരം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, മുന്നിൽ നടക്കുന്ന സമയത്ത് എന്റെ മനസ്സിലൊരാശങ്ക, അള്ളാന്റെ റസൂലിനെ പിന്നിൽ നിന്ന് വന്ന് ആരെങ്കിലും ആക്രമിച്ചാലോ. അപ്പൊ ഞാൻ പിറകോട്ട് നിൽക്കും. പിറകിൽ നടക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ ആദ്യം നിറങ്ങുകയാണ്, വലതുവശത്ത് നിന്ന് ആരെങ്കിലും വന്നാലോ. ഉടനെ ഞാൻ വലതുവശത്തേക്ക് മാറുന്നു. അവിടെ നിൽക്കുമ്പോ ഇടതുവശത്ത് നിന്ന് വന്നാലോ. ഇങ്ങനെ അള്ളാന്റെ റസൂലാണ് ഏറ്റവും വലുത്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അള്ളാന്റെ റസൂല് നമ്മളുടെ ഉപ്പയേക്കാൾ, നമ്മളുടെ ഉമ്മയേക്കാൾ നമുക്ക് പ്രിയപ്പെട്ടവരായി ആരൊക്കെയുണ്ടോ അവരെക്കാൾ വലുതായി അള്ളാന്റെ റസൂല് മാറുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവുകയില്ല എന്നതിന്റെ ജീവിക്കുന്ന ഉദാഹരണമായി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മാറുകയാണ്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബം അതിന്റെ കൂടെ നിൽക്കുകയാണ്. ഒരു കുടുംബം ഒന്നടങ്കം അള്ളാഹുവിന്റെ ദീനിനെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന ആലോചന അവർ നടത്തുകയാണ്. അതുകൊണ്ടാണ് അസ്മാ ബിൻത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ്. ആ മോള് ആ ഹിജറത്ത് വേണ്ടി നടത്തുന്ന ധാരാളം ത്യാഗങ്ങളുണ്ട്. സൗർ ഗുഹയിൽ ഇരിക്കുന്ന അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം എത്തിക്കാനുള്ള ചുമതല ഇവർക്കാണ്. ആരും അറിയാതെ വേണം ചെയ്യാൻ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കിട്ടാത്തതിന്റെ വിഷമത്തില് തെരഞ്ഞു നടക്കുകയാണ് അവര്. അങ്ങനെ അവര് തെരഞ്ഞിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി. അബൂജഹല വരുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, എവിടെ ഉപ്പ എന്ന് ചോദിക്കുന്നുണ്ട്. അസ്മാ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഉടനെ അബൂജഹൽ കൈവീശിയിട്ട് മുഖത്ത് ആഞ്ഞൊരു അടി കൊടുക്കുകയാണ് അസ്മാ ബിൻത് അബീബക്കറിന്റെ. അസ്മാ റളിയല്ലാഹു അൻഹുവിന്റെ കാതിലെ കമ്മല് പൊട്ടിയിട്ട് ചെവിയിൽ നിന്ന് രക്തമൊലിച്ചു എന്ന് ചരിത്രം പറയുന്നുണ്ട്. എന്നിട്ടും അള്ളാന്റെ റസൂലിനെയും അതുപോലെ തന്നെ ആ ഹിജ്റയെയും പരാജയപ്പെടുത്താനുള്ള ഒരു വാക്കുപോലും അവരുടെ വായിൽ നിന്ന് വന്നില്ല എന്നാണ്. അള്ളാഹുവിന്റെ ദീനാണ് വലുത് എന്ന ചിന്ത. അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, അദ്ദേഹമാണ് അവിടേക്ക് വേണ്ടിയിട്ടുള്ള വാർത്തകൾ എത്തിക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സേവകൻ, അദ്ദേഹമാണ് അവർക്ക് വേണ്ടിയിട്ട് ആടിൻപറ്റത്തെയും കൊണ്ട് അവരുടെ കാൽപ്പാടുകളെ മായ്ച്ചു കളയാനും പാലുമായിട്ടൊക്കെ ചെല്ലുന്നത്. ഇങ്ങനെ ഒരു കുടുംബം ഒന്നടങ്കം ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ സംരക്ഷിക്കുന്നു, അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കുന്നു. നമ്മൾ നമ്മളുടെ കുടുംബത്തെ കുറിച്ച് ആലോചിച്ച് നോക്കണം. നമ്മളുടെ കുടുംബത്തില് നമ്മൾ നടത്തുന്ന കുറെ ആലോചനകളുണ്ടല്ലോ, നമ്മൾ നടത്തുന്ന കുറെ പ്ലാനുകളും പദ്ധതികളും ഉണ്ടല്ലോ. നമ്മളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച്, നമ്മളുടെ ഉപ്പയുടെ വരുമാനത്തെ കുറിച്ച്, നമ്മളുടെ വീട് ഭംഗിക്കൂട്ടുന്നതിനെ കുറിച്ച്, മോടി കൂട്ടുന്നതിനെ കുറിച്ച്, പുതിയ ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ച്, ജീവിതത്തെ എങ്ങനെ ഏറ്റവും ഭാവി നന്നാക്കാം എന്നതിനെ കുറിച്ച് നമ്മൾ നടത്തുന്ന കുറെ ആലോചനകൾ നമ്മുടെ വീട്ടിലുണ്ടാകും. എത്ര സമയം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊരാലോചന നമ്മുടെ വീടകങ്ങളിൽ നടക്കാറുണ്ട്. നമ്മളുടെ മകനോടും മകളോടുമുള്ള സംസാരത്തില് ദീനിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന വർത്തമാനങ്ങൾ നമ്മളുടെ ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നുണ്ടാവാറുണ്ട്. നമ്മൾ ചരിത്രം വായിക്കുമ്പോ അവരൊക്കെയും കടന്നുപോയ ആ ദീനിന്റെ വഴിയിൽ തന്നെയാണ് പിറകിൽ നമ്മളും വരുന്നത്. അവരൊക്കെയും ചെയ്തു തീർക്കാനുള്ള കുറെ കാര്യങ്ങൾ ചെയ്തിട്ടാ പോയത്. ഞാനെന്ത് ചെയ്തു, നമ്മളെന്ത് ചെയ്തു, എന്റെ കുടുംബം എന്ത് ചെയ്തു എന്ന ആലോചനകളിലേക്ക് നമ്മളെ ഇത് എത്തിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. പിന്നെയും ഒരുപാട് ത്യാഗങ്ങളാണ്. ഉമ്മു സലമയുടെയും അബൂ സലമയുടെയും കഥ നമ്മൾ കേട്ടിട്ടില്ലേ? ഹിജ്റ പോകാൻ വേണ്ടിയിട്ട് ഉമ്മു സലമയും അബൂ സലമയും തീരുമാനിച്ചു. അവർക്കൊരു മോനുണ്ട്. ആ മോനെയും എടുത്തിട്ടാണ് അവർ ഹിജ്റക്ക് പുറപ്പെടുന്നത്. അങ്ങനെ ഹിജ്റക്ക് പുറപ്പെടുന്ന വഴിയിൽ ഉമ്മു സലമയുടെ വീട്ടുകാർ വന്ന് തടഞ്ഞു. ഉമ്മു സലമയെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അവർ ബലം പ്രയോഗിച്ചുകൊണ്ട് ഉമ്മു സലമയെ അവരുടെ ഗോത്രത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി. ആ സമയത്ത് അബൂ സലമയുടെ വീട്ടുകാർ വന്നിട്ട് കുഞ്ഞിനെ വിട്ടുതരില്ല എന്ന് പറഞ്ഞ് കുഞ്ഞിനെ അവരും കൊണ്ടുപോയി. അവസാനം ഭാര്യ ഒരു വഴിക്ക് പോയി, ഒരു വഴിക്ക് കൊണ്ടുപോയപ്പെട്ടു. ഒരു മകനെ മറ്റൊരു കൂട്ടര് കൊണ്ടുപോയി. എന്നിട്ട് അബൂ സലമ ഒറ്റയ്ക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നുണ്ട്. എത്രമാത്രം ഹൃദയം വിങ്ങുന്ന വേദനയോടുകൂടിയായിരിക്കും ആ യാത്ര ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രിയപത്നിയെയും മകനെയും കൂടെ കൊണ്ടുപോകാൻ കഴിയാതെ, മാത്രമല്ല മകനൊരു വഴിയിലേക്കും ഭാര്യ മറ്റൊരു വഴിയിലേക്കും അങ്ങനെ വേർപിരിക്കപ്പെട്ട ഒരവസ്ഥ. 1 വർഷം കഴിഞ്ഞാണ് പിന്നീട് ഈ കുഞ്ഞിനെയും കൊണ്ട് ഉമ്മു സലമക്ക് മദീനയിലേക്ക് പോകാൻ കഴിയുന്നത്.
ആ കുടുംബത്തിന്റെ ത്യാഗം നമ്മൾ ആലോചിച്ച് നോക്കുക. സുഹൈബുർ റൂമിയുടെ ചരിത്രം നമ്മുടെ ഹിജ്റയിൽ മറക്കാത്ത ചരിത്രമാണല്ലോ. ആരായിരുന്നു സുഹൈബുർ റൂമി? റോമിൽ നിന്ന് മക്കയിലേക്കെത്തി ആ മക്കയിൽ കച്ചവടം ചെയ്ത് ഒരുപാട് സമ്പത്തുണ്ടാക്കിയ ഒരു വ്യക്തി. ആ അള്ളാഹുവിന്റെ ഹിദായത്തിന്റെ വഴിയിലേക്ക് സുഹൈബുർ റൂമിയും കടന്നു വരികയാണ്. ഇസ്ലാം സ്വീകരിച്ചു, അള്ളാഹുവിന്റെ വഴിയിൽ മുന്നോട്ട് പോയി, കച്ചവടത്തിലൂടെ ഒരുപാട് വരുമാനങ്ങൾ ഉണ്ടാക്കി. ഹിജ്റ പോകാനുള്ള ആ ഒരു സന്ദേശം വന്നെത്തിയപ്പോ സുഹൈബുർ റൂമിയും ഹിജ്റ പോകാൻ തീരുമാനിച്ചു. അതുവരെ ഒരു കൂട്ടിയ എല്ലാ സമ്പത്തും, അതുവരെ സമ്പാദിച്ചു കൂടിയ എല്ലാ സമ്പത്തും ഒരുപാട് ഒട്ടകങ്ങളുടെ പുറത്ത് ഇങ്ങനെ കെട്ടിവെച്ചുകൊണ്ട് യാത്ര പുറപ്പെടാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. ആ ഒരുങ്ങുന്ന സമയത്ത് ഖുറൈശികൾ വന്നു, ആ മക്കയിലെ നിഷേധികൾ വന്ന് സുഹൈബിനെ തടയുകയാണ്. സുഹൈബെ, നീ എങ്ങോട്ടായി പോകുന്നത്? നീ ഈ മക്കയിലേക്ക് വരുമ്പോ വെറും കൈയോടുകൂടിയാണ് ഈ മക്കയിലേക്ക് നീ വന്നിരുന്നത്. ഈ കാണുന്ന സമ്പത്തെല്ലാം നീ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ മണ്ണിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് ഈ സമ്പത്ത് നിനക്ക് അനുഭവിക്കണമെങ്കിൽ ഈ മണ്ണിൽ നിന്നുകൊണ്ട് നിനക്ക് അനുഭവിക്കാം. അല്ല, ഈ മണ്ണ് വിട്ട് നിനക്ക് പോകണമെങ്കിൽ ഇതിൽ നിന്നൊരു ചില്ല് കാശ് നിനക്ക് കൂടെ കൊണ്ടുപോകാൻ പാടില്ല. രണ്ടാമതൊന്ന് ആലോചിക്കാൻ നിൽക്കാതെ അതുവരെയും ഉണ്ടാക്കിയെടുത്ത മുഴുവൻ സമ്പത്തും ആ പിറകിൽ ഉപേക്ഷിച്ചുകൊണ്ട് കാൽനടയായി സുഹൈബ് റൂമി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുകയാണ്. ഈ വാർത്ത കേട്ട്, ഈ സംഭവം കേട്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വർത്തമാനമുണ്ട്. റബിഹ സുഹൈബ്, റബിഹ സുഹൈബ്. സുഹൈബ് ലാഭം നേടിയ കച്ചവടക്കാരനാണ്. നമ്മളുടെ അളവുകോൽ വെച്ച് അളന്നാൽ വലിയ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്, വലിയ നഷ്ടം. ആ നഷ്ടം ഒരിക്കലും നികത്താൻ പറ്റാത്ത രൂപത്തിലുള്ള, കാരണം അത്രയും വർഷത്തെ അധ്വാനം ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി പോവുകയാണ്. പക്ഷേ ദീനിന്റെ അളവുകോലിൽ, അള്ളാഹുവിന്റെ അളവുകോലിൽ അത് വലിയൊരു ലാഭമാണ്. കാരണം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുത്തതൊക്കെയും ഒരുപാട് ഇരട്ടിയായി തിരിച്ചു കിട്ടുന്ന ഒരു ലാഭകരമായ കച്ചവടമാണ് അവിടെ സുഹൈബ് റൂമി നിർവഹിച്ചത്. അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നമ്മളുടേതായിട്ട് വിട്ടുകൊടുക്കാൻ നമുക്ക് എന്താണ് കഴിയുക എന്നത് നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഇവരൊക്കെ നാളെ, ഈ പറയുന്ന ആളുകളൊക്കെയും നാളെ അള്ളാന്റെ മുമ്പിൽ വരൂലേ? അള്ളാന്റെ മുമ്പിൽ വരുന്ന സമയത്ത് അവരോട് ചോദിക്കും, എന്താണ് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നിങ്ങൾ ചെയ്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് മുഹാജിറുകൾക്ക് പറയാൻ ഒരുപാട് കാര്യമുണ്ടാവും. അള്ളാഹുവേ, നിന്റെ മാർഗത്തിൽ എന്റെ വീട് എനിക്ക് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്, നിന്റെ മാർഗത്തിൽ എന്റെ ഇത്ര ഭൂമി എനിക്ക് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്, നിന്റെ മാർഗത്തിൽ എന്റെ ജോലി എനിക്ക് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്, നിന്റെ വഴിയിൽ എന്റെ കുടുംബത്തെ എനിക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്, എന്റെ ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഉത്തരങ്ങളുമായിട്ട് ഈ മുഹാജിറുകൾ വന്നു നിൽക്കുന്ന സമയത്ത് അപ്പുറത്ത് അൻസാറുകൾ ഉണ്ടാകും. അൻസാറുകളുടെ ത്യാഗവും വളരെ വലുതാണ്, അതൊട്ടും കുറവല്ല. കാരണം ചരിത്രത്തിൽ അങ്ങനെ ഒരു മാതൃക നമുക്ക് കാണാൻ കഴിയില്ല. കാരണം വന്നു ചേരുന്ന ആളുകളെ ഇവർക്ക് പരിചയം പോലുമില്ല, അതുവരെ കണ്ടിട്ട് പോലുമില്ല, യാതൊരു ബന്ധവുമില്ല. പക്ഷേ യാതൊരു ബന്ധവുമില്ല എന്നിരുന്നിട്ട് പോലും രക്തബന്ധത്തെക്കാൾ വലിയ ഒരു ആദർശ ബന്ധത്തിന്റെ ഒരു കെട്ടുറപ്പ് അവിടെ രൂപപ്പെടുകയാണ്. ആ സൗഹൃദത്താൽ അവരുടെ ജീവിതത്തിലേക്ക് അവരെ അണച്ചു പിടിക്കുകയാണ്. അവർക്കുള്ളതെല്ലാം അവർ പകുത്തു നൽകുകയാണ്. സ്വന്തം സഹോദരനെ പോലെ വീടിന്റെ വാതിലുകൾ തുറന്നിട്ടുകൊണ്ട് ആ വീട്ടിലേക്ക് അവരെ സ്വീകരിച്ചിട്ട് ഉള്ളതെല്ലാം അവർക്ക് പകുത്തു നൽകിയ, ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു അത്ഭുതകരമായ ഒരു സാഹോദര്യത്തിന്റെ ചരിത്രം നമുക്ക് അൻസാറുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. ഇത് രണ്ടും ചേരുന്നിടത്താണ് ഇസ്ലാം വിജയിച്ചത്. അവർക്ക് പറയാൻ അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാകും. ഇനി നമ്മളെ കുറിച്ച് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ കൊടുക്കാൻ നമുക്ക് എന്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്? ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടാണ് ഈ ദീന് വിജയിച്ചത്. നമ്മളിലേക്ക് ഈ ദീൻ എത്തിയത് അങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോഴും ഇരുട്ടിൽ കഴിയുകയായിരിക്കും. കാരണം മദീനയിൽ നടന്ന ആ വിപ്ലവമാണ് ലോകത്തോളം ഇസ്ലാമിനെ എത്തിച്ചിട്ടുള്ളത്. അതുവരെ ഇസ്ലാം എന്ന് പറയുന്നത് ആ മക്കയിൽ ഇങ്ങനെ പരിമിതമായ ഒരു ഇടത്ത് മാത്രമായിരുന്ന ഇസ്ലാം പിന്നീടങ്ങ് വളർന്ന് പന്തലിക്കാം. നമ്മൾ കണക്കെടുത്ത് നോക്കാം. 13 കൊല്ലം അള്ളാന്റെ റസൂൽ മക്കയിൽ പണിയെടുത്തിട്ട് എത്ര ആളുകളെയാണ് കിട്ടിയത്? 500-ൽ താഴെ ആളുകളെ ഉണ്ടാവുള്ളൂ. ചരിത്രകാരന്മാർ പറയുന്നുണ്ട്
500-ൽ താഴെ ആളുകളാണ് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. മദീനയിലേക്ക് ഹിജ്റ പോയി ആദ്യത്തെ 3-4 വർഷം കഴിഞ്ഞപ്പോഴും മുസ്ലിങ്ങളുടെ ജനസംഖ്യ എന്ന് പറയുന്നത്, മുസ്ലിങ്ങളുടെ സംഖ്യ ഒരു 5000-ന്റെ ഉള്ളിലെ ഉണ്ടാവുകയുള്ളൂ 3-4 വർഷം പിന്നിട്ടിട്ടും. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഇസ്ലാമിന്റെ വളർച്ച വളരെ വേഗത്തിലായിരുന്നു. ബദറും ഉഹദും ഒക്കെ പിന്നിട്ട് ഇസ്ലാമിക സമൂഹം വളരെ അജയ്യരായ ഒരു സമൂഹമായി മാറി. ലോകത്തിന് മാതൃകയായ ഒരു ഉമ്മത്ത് അവിടെ രൂപപ്പെട്ടു. ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വന്നു. ഹജ്ജത്തുൽ വിദാഇന്റെ സന്ദർഭം, ഹജ്ജത്തുൽ വിദാഇന് വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന ആളുകളുടെ എണ്ണം ചരിത്രകാരന്മാർ പറയുന്നത് 90,000 വിശ്വാസികൾ കൂടെയുണ്ടായിരുന്നു എന്നാണ്. 90,000 വിശ്വാസികൾ മദീനയിൽ നിന്ന് അള്ളാന്റെ റസൂലിന്റെ കൂടെയും മക്കയുടെ മറ്റു പല പ്രദേശങ്ങളിൽ നിന്നുമായി 30,000-ഓളം വിശ്വാസികൾ വേറെയും എത്തിച്ചേർന്ന് 1,20,000-ഓളം സ്വഹാബിമാര് അല്ലെങ്കിൽ വിശ്വാസികള് ഹജ്ജത്തുൽ വിദാഇൽ അള്ളാന്റെ റസൂലിന്റെ കൂടെ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാര് പറയാണ്. കേവലം ഏതാനും വർഷങ്ങൾ കൊണ്ട് എത്രയോ ഇരട്ടി വിശ്വാസികളായിട്ടത് വർദ്ധിച്ചു. എന്തുകൊണ്ട് എന്ന് പറയുന്ന ഒരു ചോദ്യം അവിടെ പ്രധാനമാണ്. അതായത് ആളുകൾ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് ഇത്രയധികം വന്നത്? അള്ളാന്റെ റസൂല് പ്രസംഗത്തിന്റെ എണ്ണം കൂട്ടിയിട്ടല്ല, അള്ളാന്റെ റസൂല് എഴുത്തിന്റെ എണ്ണം കൂട്ടിയിട്ടല്ല, മറിച്ച് ആളുകൾക്ക് ഇസ്ലാമിനെ അനുഭവിക്കാനുള്ള അവസരം മദീനയിൽ ഉണ്ടായി. ഏറ്റവും നല്ല മനുഷ്യന്മാരെ കാണണമെങ്കിൽ ആളുകൾക്ക് മദീനയിൽ വന്ന് നോക്കിയാൽ മതിയായിരുന്നു. ഏറ്റവും നല്ല കുടുംബ ബന്ധങ്ങൾ കാണണമെങ്കിൽ ആളുകൾക്ക് മദീനയിൽ വന്ന് താമസിച്ചാൽ മതിയായിരുന്നു. ഏറ്റവും സത്യസന്ധരായ കച്ചവടക്കാരെ, ഏറ്റവും സത്യസന്ധമായ മാർക്കറ്റ് കാണണമെങ്കിൽ മദീനയുടെ മാർക്കറ്റിൽ വന്നാൽ മതിയായിരുന്നു. ഏറ്റവും നീതിമാനായ ഭരണാധികാരിയെ കാണണമെങ്കിൽ ആളുകൾക്ക് മദീന സന്ദർശിച്ചാൽ മതിയായിരുന്നു. ഇങ്ങനെ മനുഷ്യർ മനസ്സിലാക്കിയിട്ടുള്ള എന്തൊക്കെ തരം മൂല്യങ്ങളുണ്ടോ, എന്തൊക്കെ തരം നന്മകളുണ്ടോ, ആ നന്മകളും മൂല്യങ്ങളും ഒക്കെ പുലർന്ന ഒരു നാടായി മദീനയുടെ മണ്ണ് മാറിയപ്പോ ആ സുഗന്ധം ചുറ്റിലും പരക്കാൻ തുടങ്ങി. ആ സുഗന്ധത്തിലേക്ക് ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി വന്നു തുടങ്ങി. ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി വന്നു. ഈ ദുനിയാവിൽ തന്നെ ആളുകൾക്ക് ലഭിച്ച ഇസ്ലാമിൻ്റെതായ സുഹൃതങ്ങൾ ഉണ്ടായിരുന്നു. ആ സുഹൃതങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് അവർ വന്നത്. ഇവിടെയാണ് നമ്മളോടുള്ള ചോദ്യം. നമ്മളുടെ കയ്യിലുമുണ്ടല്ലോ ഈ ഇസ്ലാം എന്ന ആശയം, നമ്മളുടെ കയ്യിലുമുണ്ടല്ലോ ചുറ്റുമുള്ള ജനങ്ങൾക്ക് കൊടുക്കാനുള്ള കുറെ നന്മകളുടെ അടിത്തറകള്. നമുക്ക് എത്രമാത്രം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അള്ളാഹുവിന്റെ ദീൻ ഈ ലോകത്ത് തന്നെ ചുറ്റിലും ജീവിക്കുന്ന മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്യുന്ന കുറെ നന്മകളുണ്ടല്ലോ. ആ നന്മകൾ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും. നമ്മളുടെ കയ്യിലുള്ള മഹല്ല് സംവിധാനമുണ്ടല്ലോ, ആ മഹല്ല് സംവിധാനം ഏറ്റവും വലിയ ഒരു സംവിധാനമാണ്. അള്ളാഹുവിന്റെ ദീനിനെ, അതിന്റെ നന്മകളെ, അതിന്റെ സുഹൃതങ്ങളെ ചുറ്റുമുള്ള മനുഷ്യർക്ക് അനുഭവിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു സംവിധാനം നമ്മളുടെ കയ്യിലുണ്ട്. അന്ന് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ മദീനയിലേക്ക് ആളുകൾ ഒഴുകിയതുപോലെ അള്ളാഹുവിന്റെ ദീനിന്റെ സൗന്ദര്യം മനസ്സിലാക്കാൻ ശാന്തപുരത്തേക്ക് ആളുകൾ സന്ദർശിക്കുന്ന അവസ്ഥകൾ നമ്മൾ ഉണ്ടാക്കണം. അള്ളാഹുവിന്റെ ദീൻ വാഗ്ദാനം ചെയ്യുന്ന നന്മകളുടെ സുഗന്ധമറിയാൻ, ആ സുഹൃതങ്ങൾ മനസ്സിലാക്കാൻ നമ്മളുടെ ഇടയിൽ വന്ന് താമസിച്ചാൽ മതി എന്ന് പറയുന്ന അവസ്ഥകൾ നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പ്രസംഗിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, നമുക്ക് ലേഖനങ്ങൾ എഴുതേണ്ട ആവശ്യം ഉണ്ടാവില്ല. ആളുകൾ ഈ ദീനിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങും, ഈ ദീനിലേക്ക് ആളുകൾ വരും. അങ്ങനെയാണ് ഈ അള്ളാഹുവിന്റെ ദീൻ ലോകത്തോളം വിശാലമായി പടർന്നു പന്തലിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഹിജ്റ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. മുഹറം പുതിയ ഒരു വർഷം മാത്രമല്ല, പുതിയ കുറെ കാഴ്ചപ്പാടുകളും പുതിയ കുറെ വെളിച്ചവും നമ്മളിലേക്ക് സമ്മാനിക്കുന്നുണ്ട്. ആ വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ നമ്മൾ സന്നദ്ധമാണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിന് നമുക്ക് വേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ജീവിതത്തിന്റെ സ്വപ്നങ്ങളിൽ എപ്പോഴും അള്ളാന്റെ ദീന് നിറഞ്ഞു നിൽക്കണം. നമ്മളുടെ കുടുംബത്തെ കുറിച്ച്, നമ്മളുടെ മക്കളെ കുറിച്ച്, മക്കളുടെ പഠനത്തെ കുറിച്ച്, അവരുടെ ഭാവിയെ കുറിച്ച്, അവരുടെ വിവാഹത്തെ കുറിച്ച്, അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സ്വപ്നങ്ങൾ കാണുമ്പോ അള്ളാഹുവിന്റെ ദീനിന്റെ കുറിച്ചുള്ള സ്വപ്നത്തിന് അതിലെത്ര സ്ഥാനമുണ്ട് എന്ന് നമ്മൾ
നമ്മളെ കുറിച്ച് ആലോചിച്ചു നോക്കണം. അങ്ങനെയുള്ള ആലോചനകളാണ് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ദീനിന്റെ മാർഗത്തിൽ ചെയ്യണം എന്ന് പറയുന്ന ചിന്ത നമ്മളെ ഉണ്ടാക്കുകയുള്ളൂ. ആ ചിന്ത നമ്മളെ അതിനെക്കുറിച്ചുള്ള പ്ലാനിലേക്ക് എത്തിക്കണം. ആ പ്ലാന് നമ്മളുടെ മക്കളിലൂടെ, നമ്മളുടെ കുടുംബ ബന്ധങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന ആലോചനയിലേക്ക് എത്തിക്കണം. അങ്ങനെയുള്ള ആലോചനകൾ നമുക്ക് വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ ത്യാഗങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. റിസ്ക് എടുക്കാതെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല. നമ്മൾ റിസ്ക് എടുത്തേ പറ്റൂ. നമ്മൾ ചില ത്യാഗങ്ങൾ ചെയ്യാൻ സന്നദ്ധമായാൽ മാത്രമേ ഈ ദീനിനെ വിജയിപ്പിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. നമ്മൾ യാതൊരു റിസ്ക്കും എടുക്കാതെ, ഒരു നഷ്ടവും സഹിക്കാതെ, നമ്മളുടേതായ സുഖകരമായ ജീവിതത്തിൽ നിന്ന് ഒരു നിമിഷം പോലും തെറ്റിപ്പോവാതെ ദീനിനെ വിജയിപ്പിക്കാമെന്ന് നമ്മൾ ഒരിക്കലും കരുതേണ്ടതില്ല. അള്ളാഹു നമ്മളോട് ചോദിച്ച ഒരു ചോദ്യം കൂടിയാണല്ലോ, നിങ്ങളങ്ങനെ വെറുതെ സ്വർഗത്തിലേക്ക് പോകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ കടന്നുപോയ ചില വഴികളുണ്ട്. ആ വഴികളിൽ അവരനുഭവിച്ച കുറെ ത്യാഗങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളും അതുപോലെ തന്നെ അവരുടേതായ സമർപ്പണങ്ങളുമുണ്ട്. അതിലേക്കൊന്നും പോകാതെ നിങ്ങൾ വെറുതെ സ്വർഗത്തിലേക്ക് പോകാമെന്ന് വ്യാമോഹിക്കേണ്ടതില്ല എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കുമ്പോ ഇടയ്ക്കൊക്കെ നമ്മൾ ഇടയ്ക്കിരുന്ന് നമ്മളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം. കാരണം നമുക്കിവിടെ മനോഹരമായ ഒരുപാട് സംവിധാനങ്ങളുണ്ട്, ഒരുപാട് സിസ്റ്റങ്ങളുണ്ട്, ഒരുപാട് പള്ളിയാകട്ടെ, മഹല്ലിൻ്റെതായ അതിന്റെ കീഴിലുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനത്തിനകത്ത് ഞാൻ എന്ന നിലയ്ക്ക് ഞാൻ എന്ത് കോൺട്രിബ്യൂഷനാണ് ചെയ്യാറുള്ളത്, ഞാൻ എന്ത് പങ്കാളിത്തമാണ് വഹിക്കാറുള്ളത്? അതിന്റെ പിരിവ് വരുമ്പോ, സാമ്പത്തികമായ സഹായങ്ങൾ ചോദിക്കുമ്പോ അതിന് പലപ്പോഴും നമ്മൾ കൊടുക്കുന്നുണ്ടാകും. സാമ്പത്തികമായ സഹായം കൊടുത്തു എന്നതുകൊണ്ട് നമ്മൾ അതിൽ പങ്കാളിയായി എന്ന് നമ്മൾ വിചാരിക്കരുത്. അതതിന്റെ ഒരു ഭാഗം മാത്രമാണ്. എന്റെ സമയം ഞാൻ എത്ര കൊടുത്തിട്ടുണ്ട്, എന്റെ അധ്വാനം ഞാൻ എത്ര കൊടുത്തിട്ടുണ്ട്, എന്റെ ചിന്ത ഞാൻ എത്ര കൊടുത്തിട്ടുണ്ട്, എന്റെ പങ്കാളിത്തം, എന്റെ സാന്നിധ്യം ഞാൻ എത്ര കൊടുത്തിട്ടുണ്ട്, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം നമ്മളോട് അള്ളാഹുവിന്റെ ചോദ്യങ്ങൾ കുറച്ച് കൂടുതലായിരിക്കും. നമ്മളുടെ പുറത്തുള്ള വിശ്വാസികളെക്കാൾ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. കാരണം നമ്മളുടെ പുറത്ത് ജീവിക്കുന്ന പല വിശ്വാസികൾക്കും, പല മുസ്ലിങ്ങൾക്കും അള്ളാഹുവിന്റെ ദീനിനെ, അതിൻ്റെതായ സന്ദേശങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെതായ നന്മകളെ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ വളരെ കുറവുള്ളിടത്ത് ജീവിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. അവർക്ക് ദീനിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കുറെ പരിമിതികൾ ഉണ്ടാകും. പക്ഷെ നമുക്ക് ആ പരിമിതികളില്ല. നമുക്കതിന്റെ എല്ലാ സംവിധാനങ്ങളും നമ്മളുടെ അകത്തുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ആ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് ഈ ദീനിന് വേണ്ടിയിട്ട് എനിക്കെന്ത് ചെയ്യാൻ കഴിഞ്ഞു, എന്റെ എത്ര സമയം ഞാൻ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അങ്ങനെ കൊടുത്താൽ മാത്രമേ നാളെ പടച്ചറപ്പിന്റെ മുമ്പില് നമുക്ക് സന്തോഷത്തോടുകൂടി ചെന്നു നിൽക്കാൻ കഴിയുകയുള്ളൂ. അവിടെയാണ് നമുക്ക് ഈ പറയുന്ന നമ്മളുടേതായ ഈമാൻ പരീക്ഷിക്കപ്പെടുന്ന സമയത്ത് നമുക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിൽക്കുവാനുള്ള ആ ഒരു കഴിവ് നമുക്കുണ്ടാവുകയുള്ളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹിജ്റയുടെ ഏറ്റവും വലിയ ഒരു സന്ദേശം എന്ന് പറയുന്നത് നമുക്കെപ്പോഴും പ്രതീക്ഷകൾ ഉണ്ടാവണം എന്ന് തന്നെയാണ്. നമുക്ക് കുറെ പ്രതിസന്ധി പ്രശ്നമൊക്കെ ഉണ്ടാവും, അതിനെക്കുറിച്ച് നമ്മളെ സംസാരിക്കേണ്ടി വരും, അതിനെക്കുറിച്ച് പറയേണ്ടി വരും. പക്ഷേ ആ പ്രതിസന്ധിയെയും പ്രശ്നങ്ങളെയും കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ പിറകിലോട്ട് പോകാനല്ല, നമ്മൾ പണിയെടുക്കാതിരിക്കാനല്ല. അതൊക്കെ ഉള്ള ഒരു ദുനിയാവിലും അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ശക്തികളുടെ മുകളിൽ അധികാരമുള്ള ഒരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിച്ചിട്ടുള്ളത്. ഇവര് കെട്ടിപ്പോക്കുന്ന എല്ലാ അധികാര വ്യവസ്ഥകളുടെയും മുകളിലാണ് അള്ളാഹുവിന്റെ അർശിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്കൊരിക്കലും ഭയപ്പെടാനില്ല. അതുകൊണ്ട് നമ്മളുടെ മുന്നിലുള്ള വഴികളെ കുറിച്ച് നമുക്ക് പ്രതീക്ഷകൾ ഉണ്ടാകണം. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്ന സമയത്ത് അദ്ദേഹത്തെ പിടികൂടാൻ വന്ന സുറാഖ, ആ സുറാഖയുടെ കുതിരയുടെ കാലുകള് മണലിലേക്ക് താന്നുപോയ സമയത്ത് സുറാഖയുടെ കൈ പിടിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ രക്ഷിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് സുറാഖയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സുറാഖ, നിന്റെ ഈ കൈകളിൽ കിസ്രയുടെ വളകൾ അണിഞ്ഞാൽ എങ്ങനെയിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. സുറാഖ അപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ഇദ്ദേഹം പറയുന്നത്? മക്ക വിട്ടുകൊണ്ട് മദീനയിലേക്ക് പോവാൻ, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വിട്ടുപോവാൻ, മദീനയിലെ പോകുന്ന ഇടത്ത് എന്താണ് ഉള്ളത് എന്നത് പോലും അറിയില്ല.
എന്നിട്ട് ഇദ്ദേഹം പറയുന്നത്, ചുറ്റുപാടും വിശാലമായി കിടക്കുന്ന കിസ്റയുടെയും കൈസറിന്റെയും ഒക്കെ അധികാരങ്ങൾ ഈ ദീനിന്റെ കീഴിൽ വരുന്ന ഒരു നാളിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ പങ്കുവെക്കുന്നത് ആ ഹിജ്റ പോകുന്ന ആ വേളയിലാണ്. എത്ര വലിയ പ്രതീക്ഷയുള്ള ഒരു വർത്തമാനമാണത്. അതാണ് നമ്മളെ എപ്പോഴും മുന്നോട്ട് നയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. പ്രശ്നങ്ങളൊക്കെ ചരിത്രത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളെ മറികടക്കാൻ മുസ്ലിം ഉമ്മത്തിന് എല്ലാ കാലത്തും കഴിഞ്ഞിട്ടുണ്ട്. അത് വെറുതെ കഴിയുകയില്ല, മറിച്ച് ഇതുപോലെ ഒരു സമൂഹം കൂടെ ഉണ്ടാവണം. അള്ളാന്റെ റസൂലിന്റെ കൂടെ സ്വഹാബത്ത് നിന്നതുപോലെ മൂസാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രം ഓർക്കുന്ന ഒരു സന്ദർഭം കൂടിയാണല്ലോ ഇത്. എല്ലാ മനുഷ്യരും കൂടി ആ മൂസാ നബി അലൈഹിസ്സലാം ഫറോവയിൽ നിന്ന് ബനൂ ഇസ്രായേൽ സമൂഹത്തെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തില് അങ്ങനെ കടലിന്റെ മുമ്പിലെത്തി നിൽക്കുകയാണ്. മുന്നിൽ കടലാണ്, പിറകില് ഫറോവയുടെ സൈന്യം ഇങ്ങനെ വരുന്നുണ്ട്. ആ ഫറോവയുടെ സൈന്യത്തിനും കടലിനും ഇടയിൽ പെട്ടുപോയ ആളുകള് ആ സമയത്ത് പതറിപ്പോകുന്നുണ്ട്. അവര് പറയാണ്, ഇന്നാല മുദ്റകൂൻ, നമ്മളിതാ പിടിക്കപ്പെടാൻ പോകുന്നു. മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുഖത്ത് പരിഭ്രമങ്ങളില്ല, അദ്ദേഹത്തിന്റെ മുഖത്ത് ഭയപ്പാടുകളില്ല. അദ്ദേഹം ആ സമൂഹത്തോട് പറയുകയാണ്, ഇന്ന മഅിയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ ഒരു റബ്ബുണ്ടല്ലോ. ആ ഫറോവയുടെയും സൈന്യത്തിന്റെയും നാഥനായ, ഈ അലയടിക്കുന്ന തിരമാലകളുടെ നാഥനായ അള്ളാഹു എന്റെ കൂടെ ഉണ്ടാവുമ്പോ നമ്മളെന്തിനാ പേടിക്കുന്നത്? അവനൊരു വഴി നമ്മളുടെ മുന്നിൽ തുറന്നു തരും. അങ്ങനെയാണ് ആ സാഗരം തന്നെ ഒരു വഴി മുന്നിലൊരുക്കി തരുന്നത്. ഈ ഈമാനിന്റെ മുമ്പിലാണ് ഇവിടുത്തെ പ്രകൃതി നിയമങ്ങൾ പോലും മാറി നിൽക്കുന്നത്. ചൂടേൽക്കുന്ന തീ തണുപ്പായി മാറുന്നത് അങ്ങനെയാണ്. തിരമാലകൾ അലയടിക്കുന്ന സമുദ്രങ്ങൾ പോലും രണ്ടായി പിളർന്നു മാറുന്ന അത്രയും ഈമാനുള്ള ആളുകൾ ഉണ്ടാകുമ്പോഴാണ് ആ ഈമാനിന്റെയും സമർപ്പണത്തിന്റെയും മുന്നില് നമ്മൾ കരുതുന്ന മാറ്റങ്ങളെല്ലാം നമ്മളുടെ മുന്നിൽ നമുക്ക് കാണാൻ കഴിയുക. കാരണം അള്ളാഹുവിന് ചില സുന്നത്തുകളുണ്ട്. ആ സുന്നത്ത് അള്ളാഹു ഇവിടെ വിജയിപ്പിച്ചു തരും. അത് വിജയിപ്പിക്കാൻ നമ്മളുണ്ടോ എന്നതാണ് ചോദ്യം. അത് വിജയിപ്പിക്കുന്ന സമയത്തിൽ, അത് വിജയിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ നമ്മളില്ലെങ്കിൽ നമ്മളെ മാറ്റിയിട്ട് അള്ളാഹു വേറൊരു സമൂഹത്തെ കൊണ്ടുവരും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ദീനിന്റെ കൂടെ നിൽക്കാൻ നിങ്ങൾ സന്നദ്ധമായിട്ടില്ലെങ്കിൽ അതിന് സന്നദ്ധമായ ഒരു കൂട്ടരെ അള്ളാഹു പിന്നീട് കൊണ്ടുവരും. അവരെ കൊണ്ട് ഈ ദീനിനെ അള്ളാഹു വിജയിപ്പിക്കും. ആ സമയത്ത് നമ്മൾ വിരൽ കടിച്ചു നിൽക്കാൻ പാടില്ല. അള്ളാഹു ഇപ്പോ നമുക്കാണ് അവസരം തന്നിട്ടുള്ളത്. ആ അവസരത്തെ എത്രമേൽ ഭംഗിയായി നിർവഹിക്കാൻ കഴിയുമോ എന്ന ആലോചനയാണ് നമ്മൾ നടത്തേണ്ടത്. അതിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും, എന്റെ കുടുംബത്തിന് എന്ത് ചെയ്യാൻ കഴിയും, ഒരു പിതാവ് എന്ന നിലയ്ക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും, ഒരു ഉമ്മ എന്ന നിലയ്ക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും, ഒരു മകനെന്ന് ഒരു മകൾ എന്ന നിലയ്ക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന ആലോചനകൾ നമ്മൾ എടുക്കുമ്പോ അതിന് സഹായകരമായ ഒരു സംവിധാനം നമ്മളുടെ മുന്നിൽ, ഒരു മഹല്ലായിട്ട് നമ്മളുടെ മുന്നിലുണ്ട്. ആ മഹല്ലിൽ നിങ്ങളുടെ മകന് നിർവഹിക്കാൻ ചില പങ്കുകളുണ്ട്, അതിനുള്ള സംവിധാനമുണ്ട്. നിങ്ങളുടെ മകൾക്ക് അതിൽ പണിയെടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, നിങ്ങൾക്ക് പണിയെടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അതിനെ സജീവമാക്കുക. അങ്ങനെ സജീവമാകുമ്പോ അള്ളാഹു നമുക്ക് നൽകിയ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തിയവരിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയും. ആ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പണിയെടുക്കുന്നവരുടെ കൂട്ടത്തില്, അള്ളാഹുവിന്റെ ദീനിന്റെ വിജയത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നവരുടെ കൂട്ടത്തില്, ആ സ്വപ്നത്തെ വിജയിപ്പിക്കുവാനുള്ള പദ്ധതികളിൽ പങ്കാളിയാകുന്നവരുടെ കൂട്ടത്തില് അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊക്കെയും നമ്മളുടെ ജീവിതത്തില് കാണുന്ന സ്വപ്നങ്ങളില് അള്ളാഹിന്റെ ദീനിനെ വിജയിക്കുന്ന സ്വപ്നങ്ങൾക്കിടമുണ്ടാകണം. അവിടെ എന്റേതായ റോൾ എന്താണ് എന്ന ആലോചനകൾ ഉണ്ടാവണം. നാളെ അള്ളാഹുവിന്റെ പരലോകത്ത് മുഹാജിറുകളായ ആളുകൾ വരും, അൻസാറുകളായ ആളുകൾ വരും. അവരൊക്കെയും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ചെയ്തിട്ടുള്ള സേവനങ്ങളും ത്യാഗങ്ങളുമൊക്കെ അള്ളാഹിന്റെ മുമ്പിൽ അഭിമാനത്തോടു കൂടി പറയുന്ന സമയത്ത് എനിക്കെന്താണ് പറയാനുണ്ടാവുക എന്നതിന്റെ ഉത്തരം നമ്മൾ അന്ന് ആലോചിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ഇന്ന് തന്നെ അതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുക. നാളെ പടച്ച റബ്ബ് എന്നോട് ചോദിക്കുമല്ലോ, ഇങ്ങനെ ഒരു അവസരം തന്നിട്ട്, ഇങ്ങനെ ഒരു ജീവിതം തന്നിട്ട്, ഇങ്ങനെയുള്ള അനുകൂലമായ ഒരു സാഹചര്യം തന്നിട്ടുണ്ട്, അതിൽ ഞാൻ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് എനിക്ക് പടച്ച റബ്ബിന്റെ മുമ്പിൽ സന്തോഷത്തോടെ പറയാൻ ചില ഉത്തരങ്ങൾ ഉണ്ടാവണം. അതിനുവേണ്ടി അള്ളാഹു നമ്മളെ തുറക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളും
അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങൾ, അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന ചെറുതും വലുതുമായ ഒരുപാട് പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു തന്ന് മാപ്പാക്കി തരണമേ റബ്ബേ. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പണിയെടുക്കുന്നവരുടെ കൂട്ടത്തില് ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു നൽകിയ കാര്യങ്ങളൊക്കെയും തിരിച്ച് അല്ലാഹുവിന് തന്നെ നൽകിയവരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ പേരും നീ രേഖപ്പെടുത്താനുള്ള അവസരമുണ്ടാക്കണമേ നാഥ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തില് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകള്, കിടപ്പിലായിട്ടുള്ള ആളുകള്, പലതരം ചികിത്സകളിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകള്, ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകള്, പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്ത ആളുകള്, അല്ലാഹുവേ അവർക്കൊക്കെയും നീ ശിഫ പ്രദാനം ചെയ്യണേ നാഥ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിലെ പ്രായമേറി വരുന്നവരുണ്ട് നാഥ. ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും ഞങ്ങളുടെ വല്യമ്മയും വല്യപ്പയും ഒക്കെ പ്രായമേറി വരികയാണ്. അവരോട് നീ കൂടുതൽ കരുണ കാണിക്കണമേ നാഥ. ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആഫിയത്തോടുകൂടി ജീവിക്കാനുള്ള മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ നാഥ. സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര്, കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകള്, ജോലിയിലൊക്കെ പലതരം പ്രയാസങ്ങൾ നേരിടുന്നവര്, ബിസിനസ്സിലൊക്കെ പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകള്, സ്വന്തമായി വീടില്ലാത്ത ആളുകള്, മുന്നില് സാമ്പത്തികമായ ഒരുപാട് ആവശ്യങ്ങളുള്ളവര്, അല്ലാഹുവേ അതൊക്കെ പൂർത്തീകരിക്കുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ നാഥ. മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുന്ന അവസ്ഥകളിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണമേ നാഥ. മാനസികമായ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് നാഥ. ഒരുപാട് ദുഃഖങ്ങൾ, ഒരുപാട് മനസ്സംഘർഷങ്ങൾ, ഒരുപാട് ടെൻഷനുകള്, ഒരുപാട് അസ്വസ്ഥതകള്, ഡിപ്രഷനുകളിലൂടെ കടന്നു പോകുന്ന ആളുകള്, അല്ലാഹുവേ മനസ്സമാധാനവും സന്തോഷവും നിറച്ചു തരണമേ നാഥ. ഞങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ നാഥ. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നീ ചേർത്ത് വെക്കണമേ നാഥ. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നീ ഖൈറും ബർക്കത്തും മവദ്ദത്തും റഹ്മത്തും സകീനത്തും നിറച്ചു തരണമേ നാഥ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ നാഥ. അവർ വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ കൂടുതൽ മോശമായി കൊണ്ടിരിക്കുകയാണ്. നിന്റെ കാവലുണ്ടാകണമേ നാഥ. അല്ലാഹുവേ അവർക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയും നല്ല സൗഹൃദങ്ങളും നല്ല ബർക്കത്തുള്ള വൈവാഹിക ബന്ധങ്ങളും നൽകി നീ അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തില് വിധവകളാക്കപ്പെട്ടവരുണ്ട്, വിവാഹമോചിതരായ ആളുകളുണ്ട്, മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ അവരുടെ പ്രയാസങ്ങൾ അകറ്റി അവർക്ക് നീ കൂട്ടു നൽകണമേ നാഥ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ ആളുകള്, ഞങ്ങളുടെ മാതാപിതാക്കള്, മക്കള്, ഇണകള്, സഹോദരങ്ങള്, കുടുംബക്കാര്, കൂട്ടുകാരായവർ, ഞങ്ങളുടെ ഉസ്താദുമാര്, നേതാക്കന്മാർ, അല്ലാഹുവേ അവരുടെ ന്യൂനതകൾ നീ പുറത്തു കൊടുക്കണമേ. അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കണേ നാഥ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട റസൂലിനെ ജീവിതകാലത്ത് കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്തവരാണ് ഞങ്ങൾ. നാളെ പരലോകത്ത് വെച്ച് അള്ളാന്റെ റസൂലിനെ കാണാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറയാൻ, അള്ളാന്റെ റസൂൽ പോകുന്ന സ്വർഗത്തിൽ അവരുടെ കൂടെ പോകാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.